എന്റെ വാക്കുകൾ 1000 മൈലുകൾക്കപ്പുറത്ത് ഇൻഷാ അല്ലാഹ് ഈ കേസറ്റിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മലയാളികൾക്കൊക്കെ കിട്ടാവുന്ന വിധം ഇവിടെ നടന്ന ഈ പ്രോഗ്രാം അത് എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുമ്പോൾ കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, ഓഫീസുകളിൽ, അവനവന്റെ റൂമുകളിൽ ഈ ആദർശം കേൾക്കുമ്പോൾ അവരോടൊക്കെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഒരുപക്ഷെ ഈ കേസറ്റ് കണ്ടേക്കാം, അവരുടെ വീടുകളിൽ ഇതെത്തിയേക്കാം. ശാന്തമായി, ഗംഭീരമായി, അർത്ഥഗർഭമായി ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊരു പ്രകാശമായി, ഇതൊരു മഹാവെളിച്ചമായി, കാരുണ്യത്തിന്റെ സാഗരമായി പുതിയ ഒരു ലോകത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി ഉതകട്ടെ എന്ന് ആത്മാവിൽ തട്ടി ലോകത്തിന്റെ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭീകരതയും തീവ്രവാദവും ഇസ്ലാമും എന്ന പരിപ്രേക്ഷ്യത്തിൽ എന്ന വിഷയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദിമപിതാവായ ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർക്ക് ഈ ലോകത്തിന്റെ തമ്പുരാൻ അവതരിപ്പിച്ച ഏതൊരു ദർശനത്തിന്റെ പേരാണോ അതാണ് ഇസ്ലാം. ലോകത്തിന്റെ ഏത് നാഗരികതകളിലും ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ജാതീയതയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ, സങ്കുചിതമായ ദേശീയത്വത്തിന്റെ ചിന്തകൾക്കതീതമായി ഏത് ചെറ്റക്കുടിലിലെ സാധാരണക്കാരന്റെ ഹൃദയാന്തരാളങ്ങളിലും ചോദ്യചിഹ്നമായി കടന്നു വരുന്ന ഇസ്ലാമിന്റെ മാനവിക ദർശനം അത് ലോകം കാണരുത്, അത് ലോകമറിയരുത്. ഇസ്ലാമിന്റെ കാരുണ്യം ലോകമറിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് ജീവിക്കാൻ അവിടെ വകുപ്പ്. ഇസ്ലാമിന്റെ സുന്ദരമായ സ്ത്രീ സങ്കല്പം ലോകം അംഗീകരിച്ചാൽ പിന്നെ സ്ത്രീയുടെ സൗന്ദര്യം വിറ്റ് കച്ചവടമാക്കുന്ന കച്ചവട കണ്ണുള്ള കഴുകന്മാർക്ക് പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയും? സാമ്രാജ്യത്വം ഏത് കാലഘട്ടത്തിലും ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത് അതാണ്. ബോംബെയിൽ നടന്ന കലാപം പോലും അടിസ്ഥാനപരമായി ഒരു മതത്തിന്റെയോ മറ്റൊരു രാജ്യത്തിന്റെ, ഒരു രാജ്യത്തോടുള്ള കടന്നാക്രമണത്തിന്റെയോ ഭാഗമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും വളരെ ഗൗരവമായി പറയുന്നു, ഇന്ത്യ ലോകത്തിലെ 2ാം മാനവ വിഭവശേഷിയുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ 2ാം ഭൂരിപക്ഷ രാജ്യം. മാൾത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ, എന്താ ജനപ്പെരുപ്പത്തെ കുറിച്ചുള്ള മാൾത്തൂഷ്യന്റെ സിദ്ധാന്തം? ഞാൻ എന്തിനാ അത് പറയുന്നത്? ലോകത്ത് അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഒരു ബാപ്പാക്ക് 2 മക്കളുണ്ട്, ഒരാൾ മന്ദബുദ്ധിക്കാരൻ, ഒരാൾ വികലാംഗൻ. എങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഇത്രേ: വികലാംഗനായാലും മഹാബുദ്ധിജീവിയാകാം. 2 മക്കളിൽ ഒരാൾ മരിച്ചാൽ, 2 ആളുകളിൽ ഒരാൾ മരിച്ചാൽ, ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ 2 ആളുകൾ ആക്സിഡന്റിൽപ്പെട്ടാൽ, 3ാമതൊരു കുട്ടി വരാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നെടുവീർപ്പുണ്ടാകും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് 7 മക്കളുള്ള ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കേടുവന്നാലും ഒരാൾ പഠിച്ചില്ലെങ്കിലും ബാക്കി 6 പേര് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാം. ഞാനിത് പറയുമ്പോഴും ഇതെന്തിനാ പറയുന്നത് കേട്ടോളൂ. ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരുള്ള, 114 കോടി മനുഷ്യരുള്ള രാജ്യമാണ് ഇന്ത്യ. 2008 പിറക്കുമ്പോ അല്ലെങ്കിൽ 2010 ആകുമ്പോ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറാനിരിക്കുന്നു. സ്വാഭാവികമായും പോപ്പുലേഷൻ കൂടുമ്പോ മാനവ വിഭവശേഷി വർദ്ധിക്കും. ബുദ്ധിയുള്ള ആളുകളുടെ, ചിത്തശുദ്ധി വരുത്തിയ ബുദ്ധിയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കും. ഇന്ന് തന്നെ ചന്ദ്രനിലേക്ക് നമ്മളൊരു പുതിയ ഉപഗ്രഹത്തെ നിക്ഷേപിച്ചപ്പോ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനുകൾ കേരളീയന്റെ ബ്രെയിനാണ്, ഇന്ത്യക്കാരന്റെ ബ്രെയിനാണ്. ലോകരാജ്യങ്ങളിൽ പലതിനെയും നയിക്കുന്നതും പല ചിന്തകളിലും IT വിപ്ലവങ്ങളിലുമൊക്കെ ഇന്ത്യക്കാരന്റെ വലിയ മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക സാമ്രാജ്യത്വ ശക്തികൾ ഇത്തരത്തിലുള്ള മാനവ വിഭവശേഷിയുള്ള രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സമ്പന്ന ശ്രേണികളിലും വ്യാപാര ശ്രേണികളിലും കടന്നാക്രമിച്ചുകൊണ്ട് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും വലിയ വലിയ ബുദ്ധി വർക്ക് ചെയ്യാൻ അവസരമില്ലാതെ, ഇപ്പൊ നമുക്കറിയാം ബോംബെയിൽ കലാപമുണ്ടാകുമ്പോ, നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാകുമ്പോ ഞാനെങ്ങനെ മതം പറയും, ഞാനെങ്ങനെ ചിന്തിക്കും, ഞാനെങ്ങനെ പഠിക്കും, ഞാനെങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കും എന്ന ഒരു അരക്ഷിതാവസ്ഥ നമുക്കുണ്ടാകും. ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, അഫ്ഗാനിസ്ഥാനിന്റെ, കാശ്മീരിന്റെ, പാകിസ്ഥാനിന്റെ, ലബനാനിന്റെ, വിയറ്റ്നാമിന്റെ ലോകം കീഴ്പ്പെടുത്തിയ കോളനിവൽക്കരണത്തിന്റെയും
സമ്പത്ത് അത് സ്വീകരിക്കുവാനും സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഏതൊക്കെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടോ, കോളനിവൽക്കരണത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ, അവിടെ നല്ല ചിന്തകളില്ല, അവിടെ യൂണിവേഴ്സിറ്റികളില്ല, അവിടെ പഠനങ്ങളില്ല, അവിടെ ഗവേഷണങ്ങളില്ല. ഇത് സാമ്രാജ്യത്വ ശക്തികളുടെ പുതിയ അജണ്ടയല്ല, നൂറ്റാണ്ടുകൾ പയറ്റിത്തെളിഞ്ഞ ഒരു അജണ്ടയാണ്. ആ അജണ്ടയാണ് ഇന്ത്യയിൽ പോലും പരീക്ഷിക്കപ്പെടുന്നത് എന്നത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞു, ഇസ്ലാമിന്റെ കരുണ, ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാമിന്റെ തൊഴിലാളി വർഗത്തോടുള്ള സമീപനം, ഇസ്ലാമിന്റെ നീതി വ്യവസ്ഥ, ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള രാഷ്ട്ര സംവിധാനങ്ങൾ, ഇസ്ലാമിന്റെ ഭരണകൂടം, ഇസ്ലാമിന്റെ ഈ ക്രിമിനലും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പല മേഖലയിലുള്ള നടപടിക്രമങ്ങൾ, അത് മാനവ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ പൂർണ്ണമായി ദൈവീകമാണ് എന്നുറപ്പുണ്ട്. അതുകൊണ്ട് ചൂഷണം നടക്കില്ല. അതുകൊണ്ട് സ്ത്രീയുടെ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്ന ഹോസ്പിറ്റൽ റിസപ്ഷനിൽ സൗന്ദര്യമുള്ള പെണ്ണിനെ നിർത്തുന്ന കളി അത് ഇസ്ലാം വന്നാൽ കഴിയില്ല. മാംസം വിറ്റ കഴുകക്കണ്ണന്മാർക്ക്, സ്ത്രീയുടെ സൗന്ദര്യം മോന്തിക്കുടിക്കുന്ന കാമാസക്തർക്ക് അത് കഴിയാതെ വന്നാൽ എങ്ങനെ ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കപ്പെടും? അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്ത